ഇന്നത്തെ ചായക്ക് ചൂട് ഇലയപ്പമായല്ലോ. ഞാൻ കുറച്ച് വൻപയർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുക്കറിനകത്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക. അതേസമയം ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അഴുക്കും മണ്ണും കല്ലും ഒക്കെ കളഞ്ഞ് അരിച്ചെടുക്കുക. അപ്പം വൻപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അതിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ധാരാളമായിട്ട് തേങ്ങയും ചേർത്ത് കൊടുക്കുക. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ഇതിനകത്തോട്ട് ഇട്ട് ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള ഏലക്കയും ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഇലയപ്പത്തിനുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയപ്പത്തിന് വേണ്ടിയിട്ട് പത്തിരിക്ക് റെഡിയാക്കും പോലെ മാവ് വാട്ടിയെടുക്കുക. ശേഷം ഇതുപോലെ ഇങ്ങനെയാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. ആദ്യം ഒരു കവറിനകത്ത് വെച്ച് പ്രസ്സിൽ വെച്ച് പരത്തിയ ശേഷം പിന്നെ ഇലയുടെ നടുക്ക് വെച്ച് ഉള്ളിൽ ഫില്ലിംഗ് വെച്ച് ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ച് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ ചായക്ക് നല്ല സൂപ്പർ ഇലയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഡീറ്റെയിൽഡ് വീഡിയോ പിന്നാലെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത്